എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് 9 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ മനോഹരമായൊരു പ്രസംഗമാണ്. സെൽമ ലാഗർലോഫ് എന്ന എഴുത്തുകാരിക്ക് നോബൽ സമ്മാനം കിട്ടിയപ്പോൾ അവർ നടത്തിയൊരു പ്രസംഗം. ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് ഇതിന്റെ പേര്. എന്താണ് ഈ ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? നന്ദിയുടെ കടങ്ങൾ. ആർക്കൊക്കെയാണ് അവർക്ക് നന്ദി പറയാനുള്ളത് എന്നാണ് ഈ പ്രസംഗത്തിലൂടെ അവർ പറയുന്നത്. നമുക്ക് കഥയിലേക്ക് കടക്കാം. അല്ല, പ്രസംഗത്തിലേക്ക്. പക്ഷേ ഇതൊരു കഥ പോലെയാണ് അവർ പറയുന്നത്. രസകരമല്ലേ? നമുക്ക് നോക്കാം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ സ്റ്റോക്ക്ഹോമിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തുടങ്ങുന്നത്. സ്റ്റോക്ക്ഹോം എവിടുത്തെ സ്ഥലമാണ്? സ്വീഡനിലെ. അപ്പോൾ ഇത് സ്വീഡനിൽ നടക്കുന്ന കഥയാണ്. വൈകുന്നേരമായിരുന്നു സമയം. അവരുടെ കമ്പാർട്ട്മെന്റിൽ ചെറിയ വെളിച്ചമേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്ത് ഒട്ടും വെളിച്ചമുണ്ടായിരുന്നില്ല. കൂടെയുള്ള യാത്രക്കാരെല്ലാം മയങ്ങുകയായിരുന്നു. അവർ മാത്രം ട്രെയിനിന്റെ ശബ്ദം കേട്ട് നിശബ്ദമായിരുന്നു. അപ്പോഴാണ് അവർ പഴയ കാര്യങ്ങൾ ഓർക്കാൻ തുടങ്ങിയത്. മുൻപും ഒരുപാട് തവണ അവർ സ്റ്റോക്ക്ഹോമിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ വന്നത് എന്തിനായിരുന്നു? പരീക്ഷ പാസ്സാകുന്നതുപോലെയുള്ള എന്തെങ്കിലും കഠിനമായ കാര്യങ്ങൾ ചെയ്യാനായിരുന്നു. എന്നാൽ ഇത്തവണ അവർ വരുന്നത് എന്തിനാണ്? സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം വാങ്ങാൻ. അതും ഒരു കഠിനമായ കാര്യം തന്നെയായിരിക്കും എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ അവരുടെ ഉള്ളിനുള്ളിൽ ഈ സമ്മാനം കിട്ടുന്നതിൽ വലിയ സന്തോഷമുണ്ടായിരുന്നു. എന്നാലും അവർക്ക് ചെറിയൊരു പേടി തോന്നി. ആ പേടി മാറ്റാൻ വേണ്ടി അവർ ചിന്തിച്ചതെന്താണെന്നോ? തന്റെ ഈ സന്തോഷത്തിൽ ആരൊക്കെയാകും സന്തോഷിക്കുക എന്ന്. തീർച്ചയായും അവരുടെ നല്ല സുഹൃത്തുക്കൾ സന്തോഷിക്കും. സഹോദരന്മാരും സഹോദരിമാരും സന്തോഷിക്കും. പിന്നെ ഏറ്റവും പ്രധാനമായി അവരുടെ അമ്മ. ഈ ദിവസം കാണാൻ ജീവിച്ചിരിക്കുന്നതിൽ അവരുടെ അമ്മ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാകും. പക്ഷേ അപ്പോഴാണവർക്ക് അച്ഛന്റെ ഓർമ്മ വന്നത്. അച്ഛനിപ്പോൾ ജീവിച്ചിരിപ്പില്ലല്ലോ എന്നോർത്തപ്പോൾ അവർക്ക് വലിയ ദുഃഖം തോന്നി. എനിക്ക് നോബൽ സമ്മാനം കിട്ടിയെന്ന് അച്ഛനോട് പോയി പറയാൻ പറ്റില്ലല്ലോ. ഈ വാർത്ത കേട്ടിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അച്ഛനായിരിക്കും. അച്ഛനോടിത് പറയാൻ സാധിക്കാത്തത് അവർക്ക് വലിയ സങ്കടമുണ്ടാക്കി. ആ സമയത്ത് ട്രെയിനിലെ എല്ലാ ബഹളങ്ങളും നിന്നു. ട്രെയിനിന്റെ ചക്രങ്ങളുടെ ശബ്ദം വളരെ ശാന്തമായ ഒരു സംഗീതം പോലെ അവർക്ക് തോന്നി. ട്രെയിൻ ഇനി റെയിലിലൂടെയല്ല, മറിച്ച് ശൂന്യാകാശത്തിലൂടെ ഒഴുകി നീങ്ങുന്നതുപോലെ അവർക്കനുഭവപ്പെട്ടു. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നിയത്? കാരണം അത്രയ്ക്ക് ശാന്തവും ഭാരമില്ലാത്തതുമായിരുന്നു ട്രെയിനിന്റെ യാത്ര. അപ്പോഴവർ ചിന്തിച്ചു, എന്റെ പ്രിയപ്പെട്ട അച്ഛനെ ഒന്നുകൂടി കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. ട്രെയിനിന്റെ ചലനം അത്രയ്ക്ക് ഭാരമില്ലാത്തതും ശബ്ദമില്ലാത്തതുമായതുകൊണ്ട് അവർ ഈ ഭൂമിയിലാണെന്ന് പോലും അവർക്ക് തോന്നിയില്ല. അങ്ങനെ അവരൊരു സ്വപ്നം കാണാൻ തുടങ്ങി. ഞാൻ അച്ഛനെ സ്വർഗത്തിൽ വെച്ച് കാണാൻ പോകുകയാണെങ്കിൽ എങ്ങനെയുണ്ടാകും? മറ്റുള്ളവർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായതായി ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെന്തുകൊണ്ട് എനിക്കങ്ങനെ ഉണ്ടായിക്കൂടാ? ട്രെയിൻ മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. എന്നാൽ അവരുടെ ചിന്തകൾ ട്രെയിനിനേക്കാൾ വേഗത്തിൽ മുന്നോട്ടു കുതിച്ചു. അച്ഛൻ എന്തു ചെയ്യുകയായിരിക്കും? അദ്ദേഹം ഒരു വെരാന്തയിലെ ചാരുകസേരയിലിരിക്കുകയായിരിക്കും. ആ വെരാന്തയുടെ മുന്നിൽ സൂര്യരശ്മി നിറഞ്ഞ പൂക്കളും പക്ഷികളും നിറഞ്ഞ ഒരു പൂന്തോട്ടമുണ്ടാകും. അദ്ദേഹം എന്തിനേലും വായിക്കുകയായിരിക്കും. പക്ഷെ എന്നെ കാണുമ്പോൾ അദ്ദേഹം ആ പുസ്തകം താഴെ വയ്ക്കും. കണ്ണട നെറ്റിയിലേക്ക് ഉയർത്തിവെക്കും. എന്നിട്ട് എഴുന്നേറ്റ് എന്റെ അടുത്തേക്ക് വരും. അദ്ദേഹം പറയും, എന്തൊക്കെയുണ്ട് മോളെ, നിന്നെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. എന്നാൽ ഓ, നീ ഇവിടെയുണ്ടോ, നിനക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കും. പണ്ട് ചോദിച്ചിരുന്നതുപോലെ തന്നെ. എന്നിട്ട് അദ്ദേഹം വീണ്ടും ചാരുകസേരയിലിരിക്കും. അപ്പോഴായിരിക്കും അദ്ദേഹം ചിന്തിക്കുക, ഞാൻ എന്തിനാണ് വന്നതെന്ന്. പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ എന്ന് അദ്ദേഹം പെട്ടെന്ന് ചോദിക്കും. ഇല്ല അച്ഛാ, എല്ലാം നന്നായി പോകുന്നു എന്ന് ഞാൻ മറുപടി പറയും. പക്ഷേ ഞാൻ വന്ന സന്തോഷവാർത്ത അപ്പോൾ തന്നെ പറയില്ല. കുറച്ചുകൂടി കഴിഞ്ഞു പറയാമെന്നെങ്കിൽ തീരുമാനിക്കും. ഞാൻ വേറൊരു രീതിയിൽ കാര്യം അവതരിപ്പിക്കാൻ ശ്രമിക്കും. അച്ഛാ, ഞാനൊരു ഉപദേശം ചോദിക്കാനാണ് വന്നത്. ഞാൻ വലിയ കടത്തിലാണ്. ഈ കാര്യത്തിൽ നിനക്ക് എന്നിൽ നിന്നും വലിയ സഹായമൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഈ സ്ഥലത്ത് പണമൊഴികെ മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കും. അപ്പോൾ ഞാൻ പറയും, അയ്യോ, ഞാൻ കടം വീട്ടാനുള്ള പണമല്ല ചോദിക്കുന്നത്. അച്ഛൻ ഓർക്കുന്നുണ്ടോ, പണ്ടച്ഛൻ പിയാനോ വായിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ബെൽമാൻ എന്നയാളുടെ പാട്ടുകൾ പാടിത്തരുകയും ചെയ്തിരുന്നത്? അതുപോലെ ടെക്നർ, റൂൺബർഗ്, ആൻഡേഴ്സൺ തുടങ്ങിയവരുടെ പുസ്തകങ്ങൾ വായിക്കാൻ തന്നതും ഓർക്കുന്നുണ്ടോ? അന്നാണ് ഞാൻ ആദ്യമായി കടത്തിൽ ചാടിയത്. അച്ഛാ, യക്ഷിക്കഥകളെയും വീരനായകന്മാരുടെ കഥകളെയും സ്നേഹിക്കാൻ പഠിപ്പിച്ചതിന് ഞാൻ അവരോട് എങ്ങനെ നന്ദി പറയും? അപ്പോഴച്ഛൻ ചാരുകസേരയിൽ നേരെയിരിക്കും. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു അത്ഭുതം നിറയും.
നിന്നെ ആ കടത്തിൽ ചാടിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം പറയും. അതേ അച്ഛാ, അച്ഛൻ പറഞ്ഞത് ശരിയായിരിക്കാമെന്ന് ഞാൻ പറയും. പക്ഷേ അതുകൊണ്ട് തീർന്നില്ല. പണ്ട് നമ്മുടെ നാട്ടിലൂടെ അലഞ്ഞുതിരിഞ്ഞു നടന്നിരുന്ന പാവപ്പെട്ട നാടോടികളെ ഓർക്കുന്നുണ്ടോ? അവർ പാട്ടുകൾ പാടുകയും പലതരം കോമാളിത്തരങ്ങൾ കാണിക്കുകയും ചെയ്തിരുന്നു. അവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു, അവരുടെ കുസൃതികൾക്കും ഭ്രാന്തൻ കളികൾക്കും. പിന്നെ ചെറിയ ചാരനിറത്തിലുള്ള കുടിലുകളിലിരുന്ന് എനിക്ക് അത്ഭുതകഥകൾ പറഞ്ഞു തന്ന പ്രായമായ സ്ത്രീകളും പുരുഷന്മാരും. അവരാണെന്നെ കഠിനമായ പാറകളിലും കറുത്ത കാടുകളിലും കവിതയുണ്ടെന്ന് പഠിപ്പിച്ചത്. ഞാൻ മനുഷ്യരോട് മാത്രമല്ല കടപ്പെട്ടിരിക്കുന്നത്, പ്രകൃതിയോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഭൂമിയിലൂടെ നടക്കുന്ന മൃഗങ്ങൾ, ആകാശത്തിലെ പക്ഷികൾ, മരങ്ങളും പൂക്കളും, അവരെല്ലാം അവരുടെ രഹസ്യങ്ങളിൽ ചിലത് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പണ്ടത്തെ പോലെ തന്നെ ശാന്തനായിരിക്കും. പേടിക്കണ്ട മോളെ, നിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ട് എന്ന് അദ്ദേഹം പറയും. ഇല്ല അച്ഛാ, എന്റെ അവസ്ഥ എത്രമാത്രം ഗുരുതരമാണെന്ന് അച്ഛന് ശരിക്കും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു എന്ന് ഞാൻ പറയും. ഞാൻ എന്റെ വായനക്കാരോടും കടപ്പെട്ടിരിക്കുന്നു. എന്റെ പുസ്തകങ്ങൾ വായിക്കാൻ ആരുമില്ലായിരുന്നെങ്കിൽ എന്റെ ഗതി എന്താകുമായിരുന്നോ? പിന്നെ എന്നെക്കുറിച്ച് എഴുതിയവരെയും മറക്കാൻ പറ്റില്ല. വിദേശ രാജ്യങ്ങളിൽ എനിക്കുവേണ്ടി പ്രവർത്തിച്ചവരെ ഓർത്തു നോക്കൂ. അവരുടെ പ്രശംസയ്ക്കും വിമർശനത്തിനും ഞാൻ അവരോട് നന്ദിയുള്ളവളാണ്. അപ്പോൾ അച്ഛൻ അതെ അതെ എന്ന് പറയും. അദ്ദേഹത്തിന്റെ മുഖത്തെ ശാന്തത കുറയുന്നത് എനിക്ക് കാണാൻ കഴിയും. എന്നെ സഹായിച്ച എല്ലാവരെയും ഓർക്കണമച്ചാ എന്ന് ഞാൻ പറയും. എന്റെ വിശ്വസ്തയായ കൂട്ടുകാരി എസ്.എൽ.ഡെ ഓർത്തു നോക്കൂ. ആരും എന്നിൽ വിശ്വസിക്കാതിരുന്നപ്പോൾ എനിക്കുവേണ്ടി വാതിലുകൾ തുറന്നുതരാൻ ശ്രമിച്ചത് അവളാണ്. എനിക്ക് കിട്ടിയ സ്നേഹം, ബഹുമതികൾ, അംഗീകാരങ്ങൾ, ഇങ്ങനെയുള്ള കടങ്ങൾ എങ്ങനെയാണ് വീട്ടേണ്ടതെന്ന് ചോദിക്കാനാണ് ഞാൻ അച്ഛന്റെ അടുത്തേക്ക് വന്നതെന്ന് ഇപ്പോൾ മനസ്സിലായോ? അച്ഛൻ തല താഴ്ത്തി. അദ്ദേഹത്തിന്റെ മുഖത്ത് മുൻപുണ്ടായിരുന്ന പ്രതീക്ഷയൊന്നും കാണാനില്ലായിരുന്നു. ഞാൻ സമ്മതിക്കുന്നു മോളെ, നിനക്ക് സഹായം കണ്ടെത്തുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷേ ഉറപ്പായും നിനക്കിനി ആരോടും കടപ്പാടില്ലല്ലോ. അതെ അച്ഛാ, ഇതുവരെയുള്ള കടങ്ങൾ താങ്ങാൻ തന്നെ ഞാൻ ബുദ്ധിമുട്ടി. പക്ഷേ എന്റെ ഏറ്റവും വലിയ കടം ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. അതുകൊണ്ടാണ് ഞാനൊരു ഉപദേശത്തിനായി അച്ഛന്റെ അടുത്തേക്ക് വന്നത്. നിനക്കിനി എങ്ങനെ കടമുണ്ടാകാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് അച്ഛൻ പറയും. ഓ ഉണ്ട് എന്ന് ഞാൻ മറുപടി പറയും. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോടെ എല്ലാ കാര്യങ്ങളും പറയും. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ആ അക്കാഡമിയോ എന്ന് അച്ഛൻ പറയും. പക്ഷേ എന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അത് സത്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകും. അപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തെ ഓരോ ചുളിവും വിറയ്ക്കും. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരും. ഓർത്തു നോക്കൂ അച്ഛാ, അവർ എനിക്ക് ബഹുമതിയും പണവും മാത്രമല്ല നൽകുന്നത്. അവർ ഈ ലോകത്തിനു മുൻപിൽ എന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് എന്നിലുള്ള അവരുടെ വിശ്വാസമാണ് കാണിക്കുന്നത്. ഈ കടം ഞാൻ എങ്ങനെ വീട്ടും? അച്ഛനൊന്നും മിണ്ടാതെ ആലോചിച്ചിരിക്കും. പിന്നെ സന്തോഷത്തിന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചാരുകസേരയുടെ കയ്യിൽ ശക്തിയായി ഇടിച്ചുകൊണ്ട് അദ്ദേഹം പറയും, സ്വർഗത്തിലോ ഭൂമിയിലോ ആർക്കും പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങളെക്കുറിച്ച് തലപുണ്ണാക്കാൻ ഞാനില്ല. നിനക്ക് നോബൽ സമ്മാനം കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. മറ്റൊന്നിനെക്കുറിച്ചും എനിക്ക് ആശങ്കയില്ല. രാജാവിനോടും രാജകുമാരിമാരോടും മാന്യമഹാജനങ്ങളോടും അവർ പറയുന്നു. എന്റെ ചോദ്യങ്ങൾക്കൊന്നും ഇതിലും നല്ലൊരുത്തരം കിട്ടാത്തതുകൊണ്ട് സ്വീഡിഷ് അക്കാഡമിക്കു വേണ്ടി ഞാൻ നിർദ്ദേശിക്കുന്ന ഈ ടോസ്റ്റിൽ നിങ്ങളും പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുകയല്ലാതെ എനിക്കിനി മറ്റൊന്നും ചെയ്യാനില്ല. കണ്ടില്ലേ, എത്ര മനോഹരമായാണ് അവർ തനിക്ക് കിട്ടിയ നോബൽ സമ്മാനം എന്ന വലിയ കടപ്പാടിനെ ഒരു കഥയിലൂടെ അവതരിപ്പിച്ചത്. തനിക്ക് കിട്ടിയ ഈ വലിയ ബഹുമതിക്ക് പിന്നിൽ ഒരുപാട് പേരുടെ പ്രയത്നമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവർ ഇതിനെ നന്ദിയുടെ കടങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കും പ്രചോദനം നൽകുന്നൊരു പ്രസംഗം അല്ലേ? പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസ്സുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.